സീരിയലാണ് ഇപ്പോൾ സെൻസർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അതായത് ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു സീരിയലിൽ നമുക്ക് എല്ലാ വേർഡ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് സെൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സീരിയൽ സെൻസറിങ് ഒരു അത്തരം വാക്കുകൾ വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ സെൻസറിങ് ഇപ്പോഴില്ലാതെ തന്നെ നമ്മൾ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചാനലിൽ നിന്ന് തന്നെ അത് ഒരു ബീപ്പിട്ടിട്ട് പോകും. പക്ഷെ അങ്ങനെ സീരിയലിൽ അങ്ങനെ ബീപ്പിട്ട ഒരു സീന് പോലും ഞാൻ ഈ ഫീൽഡിലുള്ള ആള് നിങ്ങൾ കാണുന്ന ആൾക്കാരായിരിക്കും, കാണുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു ബീപ്പിട്ട സൗണ്ട് അങ്ങനെ കേൾക്കുന്ന അവസ്ഥകൾ വന്നിട്ടില്ല. അവിടെ നിന്ന് തന്നെ നമ്മൾ തിരുത്തിയിട്ടാണ് പോകുന്നത്. ഷൂട്ട് ചെയ്യുമ്പോഴും പോകുന്നത് അങ്ങനെയാണ്. അവിടെ ഇപ്പം ചാനലിൽ കാണുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊരു പിന്നെ പ്രായോഗികമായിട്ട് സെൻസറിങ് ഒക്കെ എങ്ങനെ ഫലവത്താവും എന്നുള്ളതിനെ പറ്റി അറിയില്ല. സിനിമ പോലെ അല്ലല്ലോ. ഇന്നിപ്പോ ഷൂട്ട് ചെയ്തത് ഇന്ന് വൈകുന്നേരം തന്നെ ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നെ നാളെ ടെലികാസ്റ്റ് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണുന്നവർക്ക് ചില പറയാൻ പറ്റില്ല. പക്ഷെ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ സെൻസറിങ് എന്ന് പറയുന്ന സംഭവത്തിൽ. ഇപ്പോ ചേട്ടൻ ഇപ്പോ എത്ര വർഷമായി ഈ ഒരു ഫീൽഡില്? 2005 എന്റെ ആദ്യത്തെ സീരിയല് ഇറങ്ങി. എന്റെ ഫസ്റ്റ് സീരിയല് ടെലികാസ്റ്റ് ചെയ്ത മൗനം. അതിലെ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ? ശരത്ത് നോറ്റ അങ്ങനെ എന്താന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. അതിന് മുമ്പ് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ടെലികാസ്റ്റ് ആയിട്ടില്ല. സുരേഷ് ഉണ്ണിദാസ് സാറിന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് ഒരു 5 എപ്പിസോഡ് ചെയ്തതാണ്. അതിൽ എന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് കവിയൂർ പൊന്നമ്മ ചേച്ചിയായിരുന്നു. അമ്മയുടെ കൂടെയാണ് ആദ്യമായിട്ട്. എന്റെ ആദ്യത്തെ സീരിയലിൽ അമ്മയായിട്ട് എന്ന് പറയുന്നത് എക്കാലത്തെ മലയാള സിനിമയിലെ അമ്മയാണ്. അതാണ് എന്റെ ആദ്യമായിട്ട് അമ്മയായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഈ മൗനം എന്ന സീരിയല് ഇതില് വിജയകുമാരി ചേച്ചിയായിരുന്നു എന്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. ഒരുപാട് വലിയ വലിയ അമ്മമാരെ കിട്ടി. അങ്ങനെ ഒരു ഭാഗ്യം കുറച്ച് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛന്റെ അനിയനല്ലേ രമേശ് നാരായണൻ അല്ലെ, മ്യൂസിക് ഡയറക്ടർ. അപ്പൊ ആ ഒരു ചെറിയൊരു ചായ്വ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഉറപ്പായിട്ടും. ആ ഫാമിലിയിലുള്ള ജനിച്ചു വളർന്ന് ചെറുപ്പം മുതലേ കേൾക്കുന്നത് പാട്ടും ഇപ്പൊ ഡാൻസും തബലയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കൂടുതൽ. എല്ലാം ആ ഒരു സംഗീതാത്മകമായി തന്നെയാണ് പൊക്കോണ്ടിരുന്നത് അല്ലെ? കൊച്ചച്ഛൻ പഠിപ്പിച്ച് തരാറുണ്ടായിരുന്നു. കൊച്ചച്ഛൻ വിളിക്കാം. നമ്മള് ഞാൻ കണ്ണൂരാണ് ബേസിക് ആയതുകൊണ്ട് ആപ്പൻ അവിടെ വിളിക്കാം. ഇവിടെയൊക്കെ ഇളയച്ചൻ കൊച്ചച്ഛൻ അങ്ങനെ പല ഇതിൽ വരും. അപ്പം ചെറുപ്പത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി കൂടുതലും ട്രിവാൻഡ്രത്തും പിന്നെ ബോംബെയിലും അവിടെയൊക്കെയാണ്. അങ്ങനെ കൂടുതലിരുന്ന് പുള്ളിയുടെ ഒരു ശിക്ഷണത്തിൽ അങ്ങനെ ഇന്ന് പഠിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ കർണാടക സംഗീതം അങ്ങനെയുള്ള വേറെ അവിടെ തന്നെ വീട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. തബല വായിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, കഥകളി പഠിച്ചിട്ടുണ്ട്. ഒരു മുദ്ര കാണിക്കാവോ? അങ്ങനെ പഴയ ഓർമ്മകളാണ്. നമ്മുടെ ഒരു മനീഷയുടെ ഒരു മുദ്രയൊക്കെ കാണിക്കുക പറയുന്നത് പ്രേക്ഷകർക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. എനിക്ക് പോലും അയ്യോ അത് പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓർമ്മ കിട്ടില്ല. കാരണം ആ ഒരു ടച്ചേ വിട്ടുപോയി. ഇതെങ്ങനെ ഒരു എന്റെ മുദ്ര ഇപ്പൊ തെറ്റിപ്പോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു മുദ്ര ഉണ്ടായിരുന്നല്ലോ. പഴയ ഓർമ്മ പോയി. അത് കണ്ടുപിടിക്കേണ്ടി വരും. ഇല്ല, ഓർമ്മയില്ല. ഇങ്ങനെ ഒരു മുദ്ര ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇതല്ലേ? ഇത് നമ്മുടെ കൃഷ്ണനൊക്കെ ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, ഞാൻ പഠിച്ചു.